Hello everyone, welcome back to another video. പക്കാവട വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇന്ന് ഞാൻ പക്കാവട വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പക്കുവടയാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പക്കുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവും അരിപ്പൊടിയുമാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെയാണ് ഞാൻ കടലമാവ് എടുത്തിട്ടുള്ളത്. പക്കുവട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടലമാവ് അരിച്ചെടുക്കണം. കടലപ്പൊടിയിൽ എന്തെങ്കിലും തരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാവ് സേവനായിലിട്ടിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റായി പോവും. രണ്ടും സെയിം അളവിനെടുക്കണം. അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിലും കടലപ്പൊടിയിലും ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഉപ്പും വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കണം. വെളുത്തുള്ളി വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. വെളുത്തുള്ളി ഒട്ടും പൊടിയാതെ കിടക്കരുത്, കാരണം പൊടിയാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവനായിൽ ഇടുന്ന ടൈമിൽ ഇത് ശരിക്കും നമ്മുടെ ആ ഹോളിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് അടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത് പുറത്ത് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച നമ്മുടെ കടലമാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ കടലമാവിൻ്റെ അതേ സെയിം അളവിനെടുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി, കാരണം നമ്മളിത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ കായപ്പൊടി ചേർക്കുന്നില്ല. വെളുത്തുള്ളി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കായപ്പൊടിയുടെ ഒരാവശ്യം തോന്നിയില്ല. ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് മൊത്തം കുഴച്ചെടുക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. തണുത്ത വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒരിക്കലും കൂടുതൽ ഒഴിക്കരുത്. നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് കുറേശ്ശെ അങ്ങ് കുഴച്ചെടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, മാവ് കുഴഞ്ഞു പോവും. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഞാൻ ആകെ 1 ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി മാവ് അടച്ച് വെക്കണം, ഇല്ലെങ്കിൽ മാവ് ഹാർഡായി പോവും. ഇനി സേവനാഴി എടുക്കണം. ഇതിൽ കുറേ അച്ചുകളുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അച്ച്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അച്ചായിരിക്കും. ചിലർക്ക് ഇങ്ങനെ നടുക്ക് മാത്രം നീളത്തിലുള്ളതായിരിക്കും, ചിലർക്ക് ഇങ്ങനെ 2 ആയിട്ടുള്ളതായിരിക്കും, ചിലർക്ക് 3 4 ആയിട്ടുള്ളതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെയാണ് കേട്ടോ. ഇത് ഈ പാത്രത്തിൻ്റെ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി സേവനാഴിയിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടി കൊടുക്കുക. മാവ് കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി സേവനാഴിയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഒത്തിരി ഓയിൽ ചൂടാവരുത്. അതുപോലെ തന്നെ ഓയിൽ ഒഴിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓയിൽ ഒരുപാട് അങ്ങ് ചൂടായിട്ടുണ്ടെങ്കിൽ മാവ് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ വേണം നമുക്ക് പക്കുവട പ്രസ് ചെയ്ത് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് പിഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടരുത്, കാരണം ഇത് നല്ലോണം ഓയിൽ കുടിക്കും. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു പക്കുവടയായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഉണ്ടാക്കിയാലും ഓക്കെയാണ്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ചുറ്റിച്ചിട്ടും നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നൊക്കെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് കട്ടായി പോയിട്ടുണ്ട്. പക്ഷെ അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് റെഡിയായി വരും. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. കുമിളകളൊക്കെ അടങ്ങി വരുമ്പോഴാണ് നമ്മുടെ പക്കുവട റെഡിയായിട്ട് വരിക. എന്നിട്ട് നമ്മളത് കോരി മാറ്റണം. ഇനി പക്കുവട നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്കൊരല്പം കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പില വറുത്തെടുക്കണം. അതൊക്കെ ഇടുമ്പോഴല്ലേ നല്ലൊരു എന്താ പറയുക, കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറിവേപ്പില കൂടി നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം. നമ്മളിവിടെ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാത്രം നിറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കാൻ ആരും മറക്കരുത്. ഞാനിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് പക്വട ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഷോപ്പിൽ പോയി വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പക്വടയാണിത്. ഇനി പക്വടയെല്ലാം നമ്മൾ ഒരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് എടുത്തു വെക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ എയർ ടൈറ്റുള്ള പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തണുത്ത് പോവും. പിന്നെ പുറത്തും നമ്മളത് തുറന്ന് വെക്കാനും പാടില്ല, അപ്പോഴും തണുത്ത് പോവും. എയർ ടൈറ്റ് പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിത് പുറത്തുതന്നെ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 വീക്സ് ഇത് കേടുകൂടാതിരുന്നോളൂ. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. പക്കുവട കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. പക്കുവട ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളല്ലേ. അതുകൊണ്ട് തന്നെ ഇതുവരെ പക്കുവട ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ഓക്കെ, ബൈ.